കാലത്ത് ബാങ്കിലേക്ക് പുറപ്പെടുമ്പോ ഈ പ്ലാനില്ലായിരുന്നോ ഇങ്ങോട്ട് വരണമെന്ന്? ഇല്ല. പിന്നെ എപ്പോഴാണ് അവ തോന്നിയത്? ഞാനൊന്നും അറിയണ്ട തന്റെ പ്രോഗ്രാംസിൽ വരുന്ന മാറ്റമൊക്കെ. അച്ഛാ, എനിക്ക് സുമിത്ര ഇവിടെ വരുന്നതിൽ വിരോധമൊന്നുമില്ല. ബട്ട് മാനേഴ്സ്, പ്രിലിമിനറി മാനേഴ്സ് അത് പാലിക്കണ്ടേ? എന്നോട് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവിടായിരുന്നല്ലോ. കൊണ്ടുവിട്ടിട്ടില്ലേ? എന്തായാലും സംഭവിച്ചു. ഇനി അതിനെപ്പറ്റി തന്നെ പറഞ്ഞ് ഇമോഷണൽ ആവണോ പ്രസാദ്? ഇമോഷണൽ ആവാൻ വേറൊരു വിഷയം ഇപ്പൊ ഇവിടെ ഇല്ലല്ലോ അച്ഛാ. ഉണ്ടോ? ആ പോട്ടെ, ലീവ് ഇറ്റ്. എന്തായാലും ഇനി ഇത് ആവർത്തിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല മോനെ. ഞാനായതുകൊണ്ട് ഇതൊന്നും സീരിയസ് ആയി എടുക്കുന്നില്ല. ആ ബാബുവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നിങ്ങൾ ഇരിക്കെ, ഞാൻ ചായ എടുക്കാം. ബാബുന് എക്സാം തുടങ്ങിയില്ലേ? തുടങ്ങി. റാങ്ക് വാങ്ങണം, എങ്കിലേ രക്ഷയുള്ളൂ. കോമ്പറ്റീഷന് ലോകമാണ് മുന്നിൽ. എപ്പോഴും ബ്രില്യൻ്റ് ആയ ഒരു പ്രതിയോഗിയെ കണ്ടുകൊണ്ട് വേണം, അവനെ തകർക്കണം എന്ന വാശിയോടെ വേണം പഠിക്കാൻ. ഞാൻ അങ്ങനെയായിരുന്നു. എന്നാ സുത്രേ, ഇറങ്ങല്ലോ അല്ലേ? ഇറങ്ങാം. അല്ല, ഒരു പ്രധാന മെമ്പറെ കാണുന്നില്ലല്ലോ. യവനെവിടെ? അവൾ ഇവിടെ ഉണ്ട്. അവക്കും പരീക്ഷയല്ലേ, പഠിക്കുക. യമുനയുടെ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഷീസ് ബ്രില്യന്റ്. പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം യമുന IAS എഴുതണം. ഷുവർ ആയിട്ടും കിട്ടിയിരിക്കും. ചായ. എന്തു പറ്റി? വന്നപ്പോ മുതലൊരാലോചന. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ആ തെറ്റിനെ ന്യായീകരിച്ചിട്ടില്ല. അതത്തരം തിരുത്തുകയും ചെയ്തു. അതുകൊണ്ട് മറ്റൊരാളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും വിമർശിക്കാനും എനിക്ക് അർഹതയുണ്ട്, അവകാശമുണ്ട്. രമേശ് ചേട്ടൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? പറയാൻ കാരണമുണ്ട്. ഞാനിന്ന് പ്രസാദിന്റെ കമ്പനിയിൽ പോയിരുന്നു. പ്രസാദിന്റെ കമ്പനിയിലോ? എന്തിന്? എന്തിനെന്നോ? പോകാൻ എനിക്ക് അവകാശമുള്ളതുകൊണ്ട്, പോകാൻ ഞാൻ കടപ്പെട്ടവനായതുകൊണ്ട്, ഞാൻ അവന്റെ ചേട്ടനായതുകൊണ്ട്. പക്ഷെ രമേശ് ചേട്ടാ, പ്രസാദിന് എന്നോട് വെറുപ്പാണ്, പുച്ഛമാണ്. അതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ അവന്റെ മുമ്പിലേക്ക് ഞാൻ ചെന്നത്. AC മുറിയിൽ കുളിരും അനുഭവിച്ച് അവൻ ഇരിക്കുമ്പോ വീട്ടിലുള്ളവരുടെ മനസ്സ് വേവുകയാണെന്ന സത്യം അവനെ അറിയിക്കാൻ. ഞാനല്ലാതെ വേറെ ആരാ അവനെ അത് അറിയിക്കുക? പക്ഷേ അത് വേണ്ടായിരുന്നു രമേശ് ചേട്ടാ. വേണ്ടായിരുന്നു എന്ന് നീ പറഞ്ഞ എങ്ങനെയാ ശരിയാവുക? ശാസിക്കാനും ശിക്ഷിക്കാനും ആരും ഇല്ലെന്ന ധാർഷ്ട്യം അവന്റെ. അത് ഇനിയും വകവെച്ചു കൊടുത്താൽ സുമിത്രയുടെ ജീവിതം തകരും. ആ തകർച്ച കയ്യും കെട്ടി കണ്ടു നിൽക്കണോ നമ്മള്? എനിക്ക് പറ്റില്ല. അമ്മയെ കണ്ട് സംസാരിച്ചിട്ടാ ഞാൻ അവന്റെ അടുത്തേക്ക് പോയത്. നിനക്കറിയാമോ, വെറും ഈഗോയുടെ അതിപ്രസരം മാത്രമല്ല എന്റെ അനിയനെ ഭരിക്കുന്നത്. അച്ഛനെ ദൈവമായി കാണുന്ന മകന് ഈയിടെ അച്ഛനില്ലാത്ത ഒരു നല്ല ശീലം കൂടി കിട്ടിയിരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ കടക്കൽ തന്നെ കത്തിവെക്കുന്ന ശീലം. മനസ്സിലായില്ലേ പാറുവിന്? തീരെ ഗതികെട്ടട്ടാ അമ്മ അതെന്നോട് സൂചിപ്പിച്ചത്. ഒരമ്മയ്ക്കും മകനെ പറ്റി പറയാവുന്ന കാര്യമല്ലല്ലോ അത്. മകന്റെ പുതിയ ബന്ധം. ഞാൻ എന്തായി കേൾക്കുന്നത്? ഇത് സത്യമാണോ രമേശ് ചേട്ടാ? അമ്മ നുണ പറയോ? പക്ഷേ വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഇങ്ങനെ തെറ്റായ വഴിയിലേക്ക് പോകാൻ മാത്രം എന്താ ഉണ്ടായത്? അതറിയാൻ വേണ്ടിയാ ഞാൻ അങ്ങോട്ട് ചെന്നത്. നല്ല സ്വീകരണമായിരുന്നു, ഞാനത് പ്രതീക്ഷിച്ചതുമാണ്. പക്ഷെ പറയേണ്ടത് മുഴുവൻ ഞാൻ പറഞ്ഞു. ദൈവമേ, വഴക്കുണ്ടാക്കിയല്ലേ? അതിന് വഴക്കെന്നാണോ പേര് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വിവരമുണ്ടെന്ന് ഭാവിച്ച് ശുദ്ധ വിവരക്കേട് കാണിക്കുന്ന ഒരു അനിയനെ നന്നാക്കാൻ ഒരു ചേട്ടൻ എന്തൊക്കെ വാൺ ചെയ്യണോ അതൊക്കെ ഞാൻ ചെയ്തു. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ഈശ്വര? ഇനി എന്ത് സംഭവിച്ചാലും
അതിൽ ഈ രമേശൻ ഇടപെട്ടിരിക്കും. ഈ ചായ തണുത്തു, വേറെ കൊണ്ടുവാ. ഒരു മീൻ കഷ്ണം തരട്ടെ അച്ഛാ. വേണ്ട വേണ്ട. സത്യത്തിൽ അച്ഛനെ പോലുള്ള സസ്യബുക്കുകളെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നും. ഉം. ഈ വറുത്തതിന്റെയും പൊരിച്ചതിന്റെയും ഒന്നും സൂപ്പർ രുചി അറിയാൻ ഭാഗ്യമില്ലാതെ പോയല്ലോ. അത് ശരിയാണ്. ഞാൻ എൻ്റെ അമ്മയോട് ഇത് തന്നെ പറയാറുണ്ട്. മോരും സാമ്പാറും മാത്രം കഴിച്ച് ജന്മം തീരുമല്ലോ അമ്മയെന്ന്. ഒരാൾ മറ്റൊരാളെ വിമർശിച്ചിട്ട് കാര്യമില്ല. ആരും പെർഫെക്റ്റ് ഒന്നുമല്ലോ. ഡാ, നീ മാംസബുക്ക, അത് മറക്കണ്ട. ആഹാ, വറുത്തമൻ തിന്നുകൊണ്ടാണോ ഫിലോസഫി പറയുന്നത്? കൊള്ളാലോ. ഞാൻ ബാബുവിന്റെ ഭാഗത്താ. ഇല തിന്നുന്നവനായാലും ഇറച്ചി തിന്നുന്നവനായാലും പരസ്പരം വിമർശിക്കാതെ അവനവന് വേണ്ടത് തിന്നുക. വിശപ്പ് മാറണം, അതല്ലേ വേണ്ടൂ. ഇതിന്റെ പേരായിരിക്കും ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്നേ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ദാറ്റ് ഈസ് സൂപ്പർ. ഓ, ഈ യമുനയുടെ ചില നേരത്തെ കമന്റ്സ് എനിക്ക് വയ്യ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്താണെന്ന് എന്റെ മോക്ക് അറിയണോ അല്ലേ? ഊണ് കഴിയട്ടെ, അച്ഛൻ പഠിപ്പിച്ചു തരാം. ചെവി നോക്കമ്മേ. കുറച്ച് ആവശ്യമാ. എന്റെ തമാശ ഇത്തിരി കൂടുന്നുണ്ട്. ഈ തമാശയല്ലേ അമ്മ യമുന? തമാശ ഇല്ലെങ്കിൽ പിന്നെ യമുനുണ്ടോ? അല്ലാതെ 24 hours സീരിയസ് ആയി നടക്കാൻ തുടങ്ങിയ അത് എന്തൊരു പീഡനമായിരിക്കും മറ്റുള്ളവർക്ക്. എന്നിട്ട് പ്രസാദേട്ടൻ മിക്കവാറും നേരം വളരെ സീരിയസ് ആണല്ലോ. അതെന്താ? ബാബു, അത് ജോലിയുടെ ടെൻഷനുള്ളപ്പോ നാച്ചുറലായും നമ്മൾ സീരിയസ് ആയി പോവില്ലേ? സുമിത്ര എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? തലവേദന വീണ്ടും വന്നു കാണും. ഉവ്വ മോളെ. ഇല്ലമ്മേ, തലവേദന മാറി. ചേച്ചി ഒരു നല്ല ഡോക്ടറെ കാണിക്കണോ അച്ഛാ? ഈ തലവേദന ഇങ്ങനെ കൂടെ കൂടെ വരുന്നത് എന്താന്ന് അറിയണ്ടേ? ആലോചനകളല്ലേ, അർത്ഥമില്ലാത്ത ആലോചനകൾ. ഈ റൈറ്റേഴ്സിനൊക്കെ അതൊരു കോമൺ സ്വഭാവമാണെന്ന് തോന്നുന്നു, അല്ലേ യമുനെ? മോളെ, ഇനിയിപ്പോ ഈ രാത്രിയിൽ തിരിച്ചു പോകണ്ടല്ലോ. പോണം അമ്മേ, നാളെ ബാങ്ക് ഉള്ളതാ. ഓ, അത് സാരമില്ല. ഈ രാത്രി മാത്രമല്ല, നാളെ ഒരു ഫുൾ ഡേ ഇവിടെ കഴിഞ്ഞ് മറ്റന്നാൾ കാലത്തെ ഞങ്ങൾ പോകുന്നുള്ളൂ. അയ്യോ, അതെങ്ങനെ? നാളെ ബാങ്ക് ഉള്ളതല്ലേ? തന്റെ ബാങ്ക് പോലെ ഉത്തരവാദിത്തപ്പെട്ടതാണ് എന്റെ കമ്പനി. ലീവ് എടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. പക്ഷെ എന്തായാലും ഇന്നിവിടെ വന്ന സ്ഥിതിക്ക് ഒരു ദിവസം കൂടി സ്പെൻഡ് ചെയ്യാം. വൺ മോർ ഡേ ഫോർ ദി പാരന്റ്സ്. എന്താച്ചാ? ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പ്രസാദിന് ഇത് എങ്ങനെ തോന്നി എന്ന അത്ഭുതത്തിലാ ഞാനും അവളും. റോമിലെത്തിയാൽ റോമാക്കാരനാവുക. ദാറ്റ്സ് ഓൾ. അത് മാത്രമല്ല, മുമ്പൊരിക്കൽ വന്നപ്പോഴും സുമിത്രയുടെ ഈ മോഹം നടപ്പിലാക്കാൻ പറ്റില്ലല്ലോ. ആ നിരാശ ഇത്തവണ തീർത്തേക്കാം. യമുനെ, എനിക്ക് മനസ്സിലാവുന്നില്ല, എന്നെ എന്തിനങ്ങനെ ഹർട്ട് ചെയ്യുന്നത്? ഹേർട്ട് ചെയ്യാനല്ലേ എനിക്കറിയൂ. പ്ലീസ്, ഇങ്ങനെ ഒരു അപരിചിതയെ പോലെ സംസാരിക്കരുത് യമുനെ. ഞാൻ ഇന്ന് വന്നത് തന്നെ യമുനയായിട്ട് ഒരു നിമിഷം ചെലവഴിക്കാനാണ്. ഒരു നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് യമുനയ്ക്ക് തോന്നുന്ന അകൽച്ച തീർക്കാനാണ്. അല്ലാതെ എനിക്ക് പീസ് ഓഫ് മൈൻഡ് ഉണ്ടാവില്ല. യമുനെ, എൻ്റെ മുഖത്തേക്ക് നോക്ക്. പ്രസാദേട്ടനോട് ഇത്ര ദേഷ്യമായോ? ദേഷ്യം എന്നോടല്ലേ?
എനിക്ക് യമുനോട് ദേഷ്യോ? എന്തിന്? ഞാൻ തെറ്റിച്ചില്ലേ ഉടമ്പടി? പറയരുതെന്ന് പറഞ്ഞ കാര്യങ്ങള് സുമിത്രേച്ചിയോട് ഞാൻ പറഞ്ഞില്ലേ? അതിന്റെ പേരില് സുമിത്രേച്ചിയും പ്രസാദേട്ടനുമായിട്ട് വാഗ്വാദം ഉണ്ടായില്ലേ? ആരാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? ഞാൻ. എനിക്ക് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. കാര്യങ്ങളുടെ സീരിയസ്നെസ് അറിയില്ല. അങ്ങനെയുള്ള ഞാനുമായി പ്രസാദേട്ടന് ഇനി ഒരു കോണ്ടാക്റ്റും ഉണ്ടാവരുത്. മണ്ണാങ്കട്ടയാ. കോണ്ടാക്ട് വേണോ വേണ്ടെന്നൊക്കെ യമൻ തനിച്ചങ്ങ് തീരുമാനിച്ചാൽ മതിയോ? യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, മൈ ഓൺലി ഫ്രണ്ട്. ആ ഫ്രണ്ട് എന്നെ വേണ്ടെന്ന് വെച്ചാ പിന്നെ എനിക്ക് നിലനിൽപ്പുണ്ടോ യമനെ? യമൻ അതെന്താ ആലോചിക്കത്ത്? അന്നത്തെ മൂഡിൽ, ടെമ്പറമെന്റിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി അത് ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കണോ? കഷ്ടമാണ് യമനെ. ഈ പ്രസാദേട്ടനെ ഇങ്ങനെ ശിക്ഷിക്കുന്ന കഷ്ടമാണ്. എല്ലാവർക്കും എന്നെ ശിക്ഷിക്കല്ലേ? സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്നെ ടോർച്ചർ ചെയ്യല്ലേ? ആരും യമനെ ഇനി ശിക്ഷിക്കില്ല. വേണ്ട. അബദ്ധം ഒരിക്കലേ പറ്റൂ. അതിൻ്റെ അർത്ഥം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്, ഞാനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് യമനക്ക് പറ്റിയ അബദ്ധമാണല്ലേ? അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറയാത്തതൊക്കെ എന്തിനാ പ്രസാദേട്ടൻ ഇമാജിൻ ചെയ്തെടുക്കുന്നേ? പ്രസാദേട്ടൻ ഇനി ഒരിക്കലും ഞാൻ മൂലം ഇൻസൾട്ടഡ് ആവരുത്. അതുകൊണ്ടാ. അതുകൊണ്ടാണ് ആരെന്ത് പറഞ്ഞാലും ആരെന്നെ അവഗണിച്ചാലും എനിക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ബട്ട് യു, യമൻ എന്നെ കണ്ടില്ലെന്ന് കേട്ടില്ലെന്ന് അടിച്ചാൽ അതെനിക്ക് താങ്ങാനാവില്ല. പക്ഷേ പ്രസാദേട്ടന് ഞാനും മാത്രമല്ല ഈ സമൂഹം. അത് ഞാൻ ഓർക്കണം. സമൂഹത്തിന് മഞ്ഞപ്പിത്തമാണ് യമനെ. അല്ലെങ്കിൽ തന്നെ ആരാണ് ഈ സമൂഹം? എനിക്ക് കൂടുതലൊന്നും ഇപ്പൊ പറയാനില്ല. പ്രസാദേട്ടനുമായി പഴയ പോലൊരു സൗഹൃദത്തിന് എനിക്ക് പ്രയാസമുണ്ട്. ബട്ട് ഐ ആം ഇൻ നീഡ് ഓഫ് ഇറ്റ്. എനിക്ക് മറ്റൊരു സുഹൃത്തില്ലേ യമനെ? ഒരു യമുന മാത്രമൊന്നും അല്ലല്ലോ ഈ ലോകത്തുള്ളത്. പക്ഷേ എനിക്ക് ഈ യമുന മാത്രമേ ഉള്ളൂ. സോറി പ്രസാദേട്ട. പ്രസാദേട്ടൻ ടെറസിലായിരുന്നു അല്ലേ? താൻ കണ്ടതല്ലേ, പിന്നെന്തിനാ ഒരു ചോദ്യം? ഉറക്കം വന്നില്ല. ചെറിയ മുറി, പോരാത്തന്നെ ചൂട് പിടിച്ച കാലാവസ്ഥയും. ഇത്തിരി തണുത്ത കാറ്റ് കിട്ടാൻ ടെറസിലല്ല, ചിലപ്പോൾ റോഡ് പോയി നിന്നു വരും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്താ അല്ലേ? ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ. വിശേഷിച്ചൊന്നും പറയണ്ടല്ലോ. ടെറസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടാലും ടെറസിലായിരുന്നോ എന്ന് ചോദിച്ചാൽ പോരെ? ഒരു 100 ധ്വനികളുണ്ടല്ലോ ആ ചോദ്യത്തിൽ. ഞാനൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. അല്ലെങ്കിൽ നല്ലത്. എനിക്കൊന്ന് ഉറങ്ങണം. ആ ലൈറ്റ് ഒന്ന് അണച്ചാൽ ഉപകാരമായിരുന്നു. പ്രസാദേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഒരിക്കലും ലീവ് എടുക്കാൻ കൂട്ടാക്കാത്തതാ പ്രസാദേട്ടൻ. ഞാൻ ലീവ് എടുക്കുന്നതിൽ എതിർപ്പാണ്. എന്നിട്ട് നാളെ ലീവ് എടുക്കാൻ നിശ്ചയിച്ചു. ഇതല്ലേ സംശയം? അത്യാവശ്യം വന്നപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് പോയത് ലീവ് എടുത്തിട്ടല്ലേ? അത് നാം മറന്നോ? ഇല്ല. എന്നാലും
പ്രസാദേട്ട് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. എനിക്കതിൽ സന്തോഷമുണ്ട്. പ്രസാദിന് ഒരു മാറ്റവും ഇല്ല. ഇപ്പോഴും ഞാൻ പഴയ പ്രസാദ് തന്നെയാ. പിന്നെ ചില വിട്ടുവീഴ്ചകൾ ആവശ്യമാണെന്ന് തോന്നിയാ ഞാൻ അത് ചെയ്തു തന്നിരിക്കും. വീടിനോടും അച്ഛനമ്മമാരോടൊക്കെ തനിക്ക് കുറച്ചേറെ അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയാം. എത്ര സപ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും അത് അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഒരു ദിവസം ഫുള്ളായി അവരോടൊപ്പം താമസിച്ച് കൊതി തീർന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അത്രയൊക്കെ അനുവദിച്ചു തരാതിരിക്കാൻ ഞാനൊരു റോബോട്ടൊന്നല്ല. ഫീലിങ്സ് എനിക്കുണ്ട്. മറുപടി തൃപ്തികരായാവോ? ഏതായാലും ഇന്നും നാളെ ഇവിടെ താമസിക്കാൻ പ്രസാദേട്ടൻ സമ്മതിച്ചതിന്റെ സന്തോഷത്തില് എൻ്റെ അച്ഛനും അമ്മയും. ഞാനത് കണ്ടല്ലോ. പിന്നെന്താ പ്രത്യേകിച്ച് പറയാൻ? ഇടയ്ക്ക് അല്പം നേരത്തേക്ക് വന്നു പോകും പോലെയല്ല ഇവിടെ താമസിക്കുമ്പോൾ. എനിക്ക് താൻ പറയുന്നൊന്നും തീരെ മനസ്സിലാവുന്നില്ല. ഒന്നും ക്ലിയർ ആയി പറയുക, അല്ലെ പറയാതിരിക്കുക. ഇന്നെങ്ങനെയാ പ്രസാദേട്ടന് എവിടെയാ ഞാൻ കിടക്ക വിരിക്കേണ്ടത്?